ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നമ്മുടെ മല്ലു സീരീസ് ചാനലിൽ പ്ലീസ് ബി മൈ ഫാമിലിയുടെ 21ാമത്തെ എപ്പിസോഡാണ് റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത്. ഇന്നത്തെ എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിംഗ് സീനിൽ കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെക്കൻഡ് ഹീറോയും അതുപോലെ തന്നെ നമ്മുടെ ടീച്ചറും കൂടി അവർ സെറ്റായില്ലേ. അപ്പോൾ അതിൻ്റെ ഒരു പാർട്ടി നടത്തുവാണ് നമ്മുടെ യുവിൻ്റെ വീട്ടിലാണ് നടത്തുന്നത്. അപ്പോൾ അവിടെ സോങ്ങും ഉണ്ട്, സെക്രട്ടറിയും ഉണ്ട്, അതുപോലെ തന്നെ ഹീറോയും മീൻസ് നമ്മുടെ യുവും സിലിയും അവരുടെ പിള്ളേരും അതുപോലെ തന്നെ സെക്കൻഡ് ഹീറോയും ടീച്ചറും എല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയേക്കുവാണ്. അപ്പോൾ അവിടെ വെച്ച് ഇവർ ഈ വീഡിയോ കാണുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു റിയാലിറ്റി ഷോൻ്റെ വീഡിയോ കണ്ടിരിക്കുന്ന സമയത്തും അതിലോട് സിലിയുടെ ഒരു സീൻ, സിലി വന്നിരിക്കുന്ന സമയത്ത് ഇവർ സംസാരിക്കുന്നതെല്ലാം ഉണ്ടല്ലോ. അപ്പോൾ അവിടെ എല്ലാവരും പറയുകയാണ് ഓക്കെ നമ്മുടെ യുവിൻ്റെ അതുപോലെ സിലിയുടെയും പേര് നല്ല രസമായിട്ടുണ്ടെന്ന്. ആ സമയത്ത് നമ്മുടെ കുട്ടിച്ചെറുക്കം വന്ന് നമ്മുടെ സൊങ്ങിനെ കളിയാക്കുക, എല്ലാവരും പേരായില്ലേ, ഇപ്പോൾ നമ്മുടെ സൊങ്ങ് മാത്രം ഒറ്റയ്ക്കാണേന്ന് പറഞ്ഞിട്ട് കളിയാക്കുവാണേ. അപ്പോൾ സൊങ്ങ് എടുത്തുകൊണ്ട് സൊങ്ങിന് ദേഷ്യം വന്നിട്ട് പറയാം സെക്രട്ടറി അടുത്ത് നാളെ നിൻ്റെ കൂടെ എനിക്ക് അപ്പോയിൻമെൻറ്റ് ഉണ്ട്, അതുകൊണ്ട് വരാൻ പറയാം. അപ്പോൾ നമ്മുടെ സെക്രട്ടറി പറയണം അയ്യോ എനിക്ക് ജോലിയാണ് വലുത്, ഞാൻ അതിന് പോകാമെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് മുങ്ങുവാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ കുട്ടിച്ചെറുക്കനും കുഞ്ഞിപ്പെണ്ണൊക്കെ കളിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ ടീച്ചർക്ക് ഭയങ്കര ഇതായിട്ട് പറയുകയാണ് ഒരു ഫാമിലി ആയിട്ട് എനിക്കിരുന്ന എത്ര ഹാപ്പി ആയിരിക്കുന്നത് നമ്മുടെ സിലിയായിട്ട് സംസാരിക്കണം. അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സെക്കൻഡ് ഹീറോയ്ക്ക് തോന്നുകയാണ് ഓക്കെ എന്നാൽ നമുക്ക് ഇവള് വേഗം തന്നെ പ്രപ്പോസ് ചെയ്യണം, കല്യാണത്തിന് പ്രപ്പോസ് ചെയ്യണം എന്നുള്ളത് സെക്കൻഡ് ഹീറോയെ ആലോചിക്കണം. ആ സമയത്ത് നമ്മുടെ മീൻസ് യുവിൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുവാണ്. ജിൻഷിയുടെ മെസ്സേജാണ് നീ എവിടെയായിരുന്നാലും എന്നെ ഒന്ന് മീറ്റ് ചെയ്യാൻ വരാമോ എന്ന്. പക്ഷേ ഇതെല്ലാം കണ്ടിട്ട് നമ്മുടെ യു വന്ന് മൈൻഡ് ചെയ്യാതെ വയ്ക്കുവാണ്. അപ്പോൾ കാണിക്കുവാണ് അവൾ വന്ന് എന്താ പറയുന്നത്, അവൾ ഭയങ്കരമായിട്ട് ഡ്രിങ്ക്സ് എല്ലാം എടുത്തിട്ട് അവിടെ ഒരുമാതിരി ഇരിക്കും. അപ്പോൾ അവളുടെ സെക്രട്ടറി എന്ത് പറയണം, മാഡം നിങ്ങൾ ഇങ്ങനെ ഡ്രിങ്ക്സ് എടുക്കരുത്, നിങ്ങൾക്ക് ഓൾറെഡി ഇങ്ങനെ ഒരു അസുഖമുള്ളൂ, അവൾക്ക് എന്തൊരു അസുഖമുണ്ട്, അപ്പോൾ ആ അസുഖമുള്ളതല്ലേ, അപ്പോൾ പിന്നെ ഡ്രിങ്ക്സ് എടുക്കാതിരിക്കുക നല്ലത്, പിന്നെ എല്ലാം ഉറക്ക ഗുളിക എടുത്തിട്ട് ഉറങ്ങാൻ നോക്ക്, ലേറ്റ് നൈറ്റ് ഇരിക്കേണ്ടെന്ന് പറയുന്ന സമയത്ത് അവൾ പറയും ഞാൻ എന്തിനാണ് ഉറക്ക ഗുളിക എടുക്കുന്നത്, ഞാൻ വന്നത് തന്നെ അവന് വേണ്ടിയാണ്, മീൻസ് നമ്മുടെ യുവിന് വേണ്ടിയാണ്, എന്നിട്ട് അവനിപ്പോൾ ഓൾറെഡി കല്യാണം കഴിച്ച് അവനൊരു ഫാമിലിയായി ജീവിക്കും, എനിക്കിതൊന്നും സഹിക്കാൻ വയ്യ, അവനാണെങ്കിൽ എൻ്റെ മെസ്സേജിന് പോലും റിപ്ലൈ തരുന്നില്ലെന്ന് പറഞ്ഞിട്ട് അവൾ ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുവാണ്. പിറ്റേന്ന് കാണിക്കുവാണ് നമ്മുടെ ഓൾറെഡി ഒരു ഡിസൈനിൻ്റെ കോൺട്രാക്റ്റ് നമ്മുടെ ജിൻഷിയുടെ കയ്യിൽ നിന്ന് ഒരു സൈൻ ചെയ്ത് വാങ്ങിച്ചില്ലേ. അപ്പോൾ അതിനെ അവർ തീരുമാനിച്ചിരിക്കുന്നത് ഒരു എന്താ പറയുന്നത് സ്പ്രിങ്ങിൻ്റെ അവസാനം വരുന്ന ഒരു എൻഡ് ഫ്ലവർ ഉണ്ട്, എന്ന് വെച്ചാൽ ആ ഒരു ഫ്ലവറിൻ്റെ ഡിസൈൻ ചെയ്യാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഡിസൈൻ ചെയ്യാനായിട്ട് ഇരിക്കുന്ന സമയത്ത് നമ്മുടെ സിലിക്ക് ബോറടിക്കുന്നു വിചാരിച്ചിട്ട് അവിടെ വന്ന് നമ്മുടെ ടീച്ചറും അതുപോലെ തന്നെ സിലിക്ക് ബോറടിക്കില്ലോ എന്ന് വെച്ചിട്ട് അവിടെ ടീച്ചറും അതുപോലെ തന്നെ സൊങ്ങും കൂടി വന്നിട്ട് നമ്മുടെ ടീച്ചർ സത്യം പറഞ്ഞാൽ അവൾക്ക് ബോറടിക്കുന്നു പറഞ്ഞിട്ട് വന്നവരാ. പക്ഷെ അവരവിടെ ഇരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും അതെല്ലാം കൂടിയിട്ട് സിലിക്കാണെങ്കിൽ ആ ജോലി ചെയ്യാൻ ഒരു കോൺസെൻട്രേഷൻ കൊടുക്കുന്നില്ല. ലാസ്റ്റ് ഇവരെല്ലാം കൂടി ഡാൻസ് ഒക്കെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ യുവ ഫുഡും കൊണ്ട് അങ്ങോട്ട് വരുവാണ്. മാത്രമല്ല നമ്മുടെ സെക്കൻഡ് ഹീറോ ആണെങ്കിൽ നമ്മുടെ ടീച്ചർക്ക് കൊടുക്കാൻ വേണ്ടി ബൊക്കെയെല്ലാം കൊണ്ടുവന്ന് ഇവർ നല്ല ഹാപ്പി ആയിട്ടിരിക്കാം. എന്നിട്ട് രാത്രി ഇവരെല്ലാം പോയി കഴിഞ്ഞിട്ട് നൈറ്റ് മൊത്തം ഇരുന്നിട്ട് നമ്മുടെ സിലി വന്ന് എന്താ പറയുന്നത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവൾക്ക് എല്ലാ കെയറിങ്ങും കൊടുക്കുന്നത് നമ്മുടെ സൊങ്ങാണ്. അപ്പോൾ രാവിലെ ഇവരെല്ലാം ജോലിയെല്ലാം തീർന്നിട്ട് ഇവരെല്ലാം നല്ലപോലെ ക്ഷീണിച്ചു കേട്ടോ. അപ്പോൾ ടീച്ചർ വന്ന് സൊങ്ങിൻ്റെ അടുത്ത് പറയാം നീ വന്ന് എൻ്റെ ക്ലോസ് ഫ്രണ്ടാ സിലി, അവളുടെ അടുത്ത് നീ ഇത്രയും കെയറിങ്ങോട് കൂടി നിൽക്കുന്നതുകൊണ്ട് നിന്നെയും കൂടി ഞാൻ എൻ്റെ ഫ്രണ്ടാക്കാമെന്ന് പറഞ്ഞ് ഇവർ 3 പേര് സെറ്റായിട്ട് അടിച്ചു പൊളിക്കുവാണ്. അത് കഴിഞ്ഞ് കാണിക്കുവാണ് സിലി രാത്രി മൊത്തം അവളുടെ സ്റ്റുഡിയോയിൽ നിന്ന് വർക്ക് ചെയ്തുകൊണ്ട് പിള്ളേരെ മൊത്തം നോക്കിയത് യു ആണ്. അപ്പോൾ രാവിലെ നമ്മുടെ സിലി ഇതെല്ലാം കഴിഞ്ഞിട്ട് റെഡിയായി ഫ്രഷ് ആയിട്ട് വന്നിരുന്നിട്ട് നമ്മുടെ യുവിൻ്റെ അടുത്ത് സംസാരിക്കാതിരിക്കുന്ന സമയത്ത് എടുത്തുകൊണ്ട് നമ്മുടെ ജിൻഷിയുടെ സെക്രട്ടറിയുടെ കോള് നമ്മുടെ യുവിന് വരുവാണ്. പിക്കപ്പ് യു പറയണം അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനെന്ന് പറയുന്ന സമയത്ത് ജിൻഷിയുടെ അവിടേക്കാണ് പോകുന്നതെന്ന് പോലും പറയാതെ നമ്മുടെ യു വന്ന് അവളടുത്ത് ഒരു വർക്ക് റിലേറ്റഡ് കാര്യത്തിനാണ് പോകുന്നതെന്നും പറഞ്ഞ് സിലിയുടെ അടുത്ത് പറഞ്ഞിട്ട് പോവാണ്. അവൻ നേരെ ചെന്ന് നോക്കുന്ന സമയത്താണ് നമ്മുടെ സെക്രട്ടറി പറയുന്നത് സത്യം പറഞ്ഞാൽ ജിൻഷിക്ക് ഇവിടുന്ന് പോയില്ലേ, നമ്മുടെ യുവിനെ ബ്രേക്കപ്പ് ചെയ്ത് പോയതിന് ശേഷം ഇവൻ്റെ കാര്യം ആലോചിച്ച് ഒരു ആൻസൈറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അസുഖം വന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾക്ക് ശരിക്കും പറഞ്ഞാൽ ഈ കയ്യിന് വേറെയും കാര്യങ്ങളുള്ളതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഇത് പുറത്ത് ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ ഇവളെ ബില്ലിയാർഡ് ബോൾ കളിക്കാനായിട്ട് വിടത്തില്ല. പക്ഷേ എങ്ങനെയൊക്കെ അവൾ മാനേജ് ചെയ്തിട്ടാണ് അതിൽ ചാമ്പ്യൻ ആയത്. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ യുവിനെ കല്യാണം കഴിക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് അവൾ തിരിച്ചു വന്നത്. പക്ഷേ വന്നപ്പോഴാണ് മനസ്സിലാവുന്നത് എന്ത് നമ്മുടെ സിലിയെ യു കല്യാണം കഴിച്ചത്. അപ്പോൾ ഇതെല്ലാം കൂടി അവൾക്ക് താങ്ങാൻ പറ്റാത്തതുകൊണ്ട് മാത്രമല്ല അവൾ മെഡിസിൻ ഓൾറെഡി എടുക്കുന്നില്ല. ഇപ്പോൾ അവൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇനിയും മെഡിസിൻ എടുത്തില്ലെങ്കിൽ അവളുടെ ജീവന് പോലെ അപകടമാണ്, അതുകൊണ്ട് അവളെ കൊണ്ട് എങ്ങനെയെങ്കിലും പറഞ്ഞ് മെഡിസിൻ എടുപ്പിക്കണമെന്ന് യുവിൻ്റെ അടുത്ത് സെക്രട്ടറി പറയണം. അപ്പോൾ യു അവളെ കാണാനായിട്ട് കയറി പോവാണ്. എന്നിട്ട് കാണിക്കുവാണ് അന്ന് രാത്രി 11:45 നമ്മുടെ യുവിനെ കാണാത്തതുകൊണ്ട് സിലി ആണെങ്കിൽ ന്യൂസൊക്കെ കണ്ടുകൊണ്ട് അവിടെ അവനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ആ സമയത്ത് ന്യൂസ് കാണുവാണ് ഇപ്പോൾ റിയാലിറ്റി ഷോ കാണുന്നുകൊണ്ടിരിക്കുന്നില്ലേ, മീൻസ് അത് വന്ന് നിർത്തിവെച്ചു, അതിൻ്റെ ഷൂട്ടിംഗ് വന്ന് നിർത്തിവെച്ചു. കാരണം ജിൻഷിക്ക് എന്തോ ഒരു എന്താ പറയുക ഒട്ടും ബോഡി കൊണ്ട് വയ്യ, അതുകൊണ്ട് തന്നെ നിർത്തിവെച്ചെന്ന് പറഞ്ഞ് ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് യു കയറി വരുന്നത്. അപ്പോൾ യു കയറി വരുന്ന സമയത്ത് വന്നിരുന്നതിന് ശേഷം യു പറയുവാണ് ഞാൻ വന്ന് സത്യം പറഞ്ഞ് ജിൻഷിയെ കാണാനാ പോയെന്ന് പറയാണ്. ഇതാ സംഭവം, അവൾക്ക് എന്താ പറയുന്നത് അവൾക്ക് ഇച്ചിരി പ്രശ്നങ്ങളുണ്ട്, അതെന്താന്ന് പറയുന്നില്ല, പക്ഷേ അതുകൊണ്ടാണ് ഞാൻ കാണാൻ പോയത്, ഒരു ഹെൽപ്പിന് വേണ്ടി ചെയ്യാൻ പോയതാന്ന് പറഞ്ഞ സമയത്ത് സിലി പറയും കുഴപ്പമില്ല, ഒരു ഹെൽപ്പ് ചെയ്യാൻ പോയതല്ല, അതൊന്നും എനിക്ക് പ്രശ്നമില്ല, പഴയതല്ലേ, പുതിയ രീതിക്ക് ഇരുന്നോട്ടെ എന്ന് നമ്മുടെ സിലിയും പറയണം. എന്നാൽ സിലിയുടെ കൂടെ ഇവൻ സംസാരിച്ച് എന്താ അവരിയ്ക്കുന്ന സമയമാകുമ്പോഴേക്കും സെക്രട്ടറി പിന്നെയും വിളിക്കുവാണ് മറ്റേ കോൺട്രാക്ട് വേണമെന്നൊരു കോൺഫിഡൻഷ്യൽ കോൺട്രാക്ട്.
അപ്പോൾ സെക്രട്ടറിയുടെ കോൾ വരുമ്പോൾ നമ്മുടെ സിരിയിലെടുത്ത് പെട്ടെന്ന് അവൻ കോൾ അറ്റൻഡ് ചെയ്തിട്ട് അവൻ റൂമിൽ പോവാണ്. റൂമിൽ ചെന്നിട്ടാണ് അവൻ ആലോചിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇവൻ കയറി ചെന്നില്ലായിരുന്നോ? കയറി ചെന്ന സമയത്ത് ഇവള് പിന്നെ അഭ്യർത്ഥിക്കും അവൻ്റെ അടുത്ത് കല്യാണം കഴിക്കും, സിലിയെ വിട്ടിട്ട് ആ കല്യാണം കഴിക്കുന്നത്. അപ്പോൾ എടുത്തോണ്ട് ഇവൻ പറയുകയാണ് ഇല്ലില്ല അതൊന്നും നടക്കുന്ന കാര്യമില്ല, അവളെൻ്റെ വൈഫാണ്, സംഭവം വെച്ച് കഴിഞ്ഞാൽ നീ എന്തെങ്കിലും മെഡിസിൻ എടുത്തേ പറ്റൂ, വേണമെങ്കിൽ ഞാൻ നിൻ്റെ കൂടെ കോൺഫിഡൻഷ്യൽ അഗ്രിമെൻറ്റ് വേണമെങ്കിൽ സൈൻ ചെയ്യാം, കാരണം വെച്ച് കഴിഞ്ഞാൽ വേറെ ആരും പുറത്തറിയാതെ നിന്നെ തന്നെ ഡോക്ടറെ അടുത്ത് ഞാൻ വേറെ ആരും അറിയാതെ കൊണ്ടാക്കിക്കോളാം എന്ന് പറയാണ്. അതാണ് ശരിക്കും പറഞ്ഞാൽ ഇന്നാണ് സംഭവം. പിന്നെ ഇതേ സമയത്ത് കാണിക്കുവാണ് നമ്മുടെ ടീച്ചറാണെങ്കിൽ ഭയങ്കര ലേറ്റ് ആയിട്ട് വരുന്ന സമയത്ത് പാവം നമ്മുടെ സെക്കൻഡ് ഹീറോ ഇവളെ വെയിറ്റ് ചെയ്തിരുന്നു അവൻ ഉറങ്ങിപ്പോയി. സത്യം പറഞ്ഞാൽ ഇവൾക്ക് എന്താ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ഫുഡൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നേ അവൻ. അപ്പോൾ ഇവള് മനസ്സിലാക്കി ദൈവമേ ഇന്ന് വരെ എനിക്ക് ആരും ഇല്ലായിരുന്നു, പക്ഷെ ഇന്ന് എനിക്ക് വേണ്ടി കാത്തിരിക്കാൻ ഒരു ജീവൻ ഇവിടെ ഉണ്ടല്ലോ എന്ന് അവൾ ആലോചിക്കുവാണ്. അത് കഴിഞ്ഞ് പിറ്റേന്ന് കാണിക്കുവാണ് ശരിക്കും പറഞ്ഞാൽ ജിൻഷി ഇങ്ങോട്ട് വരാൻ കാരണം ടിയാനല്ലേ. അപ്പോൾ ടിയാൻ്റെ അടുത്ത് ഒരു വലിയ പോസ്റ്റിലുള്ള ഒരാളന്ന് സംസാരിച്ചല്ലോ. അയാളുടെ കൂടെ ടിയാൻ സംസാരിക്കുന്ന സമയത്ത് അയാൾ പറയുവാണ്, ഒരു ഇൻഫോർമേഷൻ പറയാണ്, ഇപ്പോൾ വന്ന് ഇടയ്ക്ക് ജിൻഷിയെ പോയി മീറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് എല്ലാവരും അറിഞ്ഞു തുടങ്ങി, എന്തിനാന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഇടയ്ക്ക് എന്തായാലും അവളുടെ അപ്പാർട്ട്മെൻറ്റിൽ പോയിട്ട് വരുന്നുണ്ടെന്ന് പറയണം. മാത്രമല്ല ടിയാൻ്റെ അടുത്ത് പറയണം എനിക്ക് നിൻ്റെ കാര്യത്തിലാണ് ഡൗട്ട്, കാരണം നീ വന്നതിന് ശേഷം യുവിൻ്റെ കാര്യത്തിൽ കുറേ കാര്യങ്ങളെല്ലാം അവൻ്റെ പഴയ സീക്രട്സ് എല്ലാം പുറത്ത് വരുന്നുണ്ടല്ലോ എന്ന് പറയുവാണ്. അത് കഴിഞ്ഞിട്ട് ജിൻഷി ആണെങ്കിൽ നമ്മുടെ ഹീറോ വന്ന് ജിൻഷിയെ കാണാൻ പോയി. ഡോക്ടറെ കാണാൻ അവൾ വരാൻ സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് കാണാൻ പോകുമ്പോൾ അവൾ പറയാണ് നീ ഇങ്ങനെ സിലിയെ ഡിവേഴ്സ് ചെയ്ത് അല്ലാതെ ഞാൻ ഡോക്ടറെ അടുത്ത് വരത്തില്ലെന്ന് പറയണം. അത് കഴിഞ്ഞ് ഹീറോ ഇതൊന്നും പറയാതെ ഇവിടെ കുറേ വഴക്ക് പറഞ്ഞിട്ട് ഇതൊന്നും നടക്കത്തില്ല, നീ ഡോക്ടറെ കണ്ടേ പറ്റുമെന്ന് പറഞ്ഞ് കുറേ വഴക്കെല്ലാം പറഞ്ഞു പോകുമ്പോൾ ജിൻഷി വന്ന് നമ്മുടെ സിലിയെ വിളിച്ചു വരുത്തോണം അവളുടെ കാറിക്ക്. എന്നിട്ട് പറയുകയാണ് നീ എനിക്ക് വളരെ ഒരു ഹെൽപ്പ് ചെയ്തേ പറ്റുമെന്ന് പറഞ്ഞ സമയത്ത് സിലി ചോദിക്കും എന്തുവാന്ന്. അപ്പോൾ അവൾ പറയും നീ ഒരു കാര്യം ചെയ്യേ നമ്മുടെ യുവിനെ ഡിവേഴ്സ് ചെയ്യാൻ. അപ്പോൾ സിലി പറയും അതൊന്നും നടക്കുന്ന കാര്യമല്ല. എന്നിട്ട് ചോദിക്കും നീ ഇപ്പോഴാണെങ്കിൽ ചാമ്പ്യൻ ആവാൻ തീരുമാനിക്കുമോ അതോ യുവിനെ കല്യാണം കഴിക്കാൻ തീരുമാനിക്കുമെന്ന്. അപ്പോൾ അവൾ പറയും ഞാൻ ഇപ്പോഴാണെങ്കിൽ യുവിനെ കല്യാണം കഴിക്കുന്ന കാര്യം മാത്രമേ ഡിസൈഡ് ചെയ്യത്തുള്ളായിരുന്നു, ഒരിക്കലും ചാമ്പ്യൻ ആവാൻ പോകത്തില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ സിലി പറയും നീ എടുത്ത ഡിസിഷൻസിൻ്റെ ബാക്കി ഇതെല്ലാം നീ തന്നെ അനുഭവിച്ചേ പറ്റത്തുള്ളൂ, അതിന് എൻ്റെ ലൈഫ് കൊളന്നോളാണെന്ന് പറ്റത്തില്ല, പിന്നെ യുവും ഞാനും തമ്മിലിപ്പോൾ നല്ലൊരു റിലേഷൻഷിപ്പാണ്, അത് എന്തുമായാലും കളയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോരുകയാണ്. എന്നിട്ട് ഇവൾ നേരെ ചെന്ന് നമ്മുടെ യുവിൻ്റെ ഓഫീസിൽ ചെന്ന് അവനെ ഹഗ് ചെയ്യുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിലിക്ക് കാര്യം മനസ്സിലായി, നമ്മുടെ യു എന്തോ റൂഡായിട്ട് ജിൻഷിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ജിൻഷി ഇങ്ങനെ വന്ന് ഡിവേഴ്സ് ചെയ്യാൻ വേണ്ടി സിലിയുടെ അടുത്ത് ആവശ്യം പ്രകടിപ്പിച്ചതെന്നുള്ള കാര്യം സിലിക്ക് മനസ്സിലായിട്ടുണ്ട്. അത് കഴിഞ്ഞ് രാത്രി ഇവരിങ്ങനെ ഓരോ കാര്യം സംസാരിച്ച് യുവും സിലി ഇരിക്കുന്ന സമയത്ത് സെക്കൻഡ് ഹീറോ വന്ന് നമ്മുടെ യുവിൻ്റെ ഫോണിൽ വിളിച്ചിട്ട് പറയാണ് സ്പീക്കർ ഇട്, എൻ്റെ സിസ്റ്ററിനിലോ മീൻസ് നമ്മുടെ സിലി അവിടെ ഉണ്ടെങ്കിൽ സ്പീക്കർ ഇടാൻ പറയണം. എന്നിട്ട് പറയണം നാളെ കിൻഡർഗാർട്ടനിലേക്ക് പിള്ളേരെ വിടാൻ നിൽക്കണ്ട, കാരണം വെച്ചാൽ നാളെ നമ്മുടെ എന്താ പറയുന്നത് ഗോഡ് മദർ എന്ന് പറയുന്നത്, ഗോഡ് മദർ എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല നമ്മുടെ ടീച്ചർ ഇച്ചിരി ബിസി ആയിരിക്കും, കാര്യം വെച്ച് കഴിഞ്ഞാൽ നാളെ ഞാൻ അവളെ കല്യാണം കഴിക്കാൻ പ്രപ്പോസ് ചെയ്യാൻ പോകാമെന്ന്. അപ്പോൾ ഇവർ രണ്ടും ഞെട്ടുവാട്ടോ. എന്നിട്ട് അവൻ പറയാണ് നിങ്ങൾ എനിക്കൊരു ഹെൽപ്പ് മാത്രം വേണം, എനിക്ക് വന്ന് കുട്ടിച്ചെറുകളെ മാത്രം എൻ്റെ കൂടെ വിടുമോ എന്ന് ചോദിക്കുന്ന സീനോട് കൂടിയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മാത്രമല്ല നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.